ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുന്ന ഉഗ്രനൊരു ന്യൂസ് ഉണ്ട്. ഒരാഴ്ച എടുത്ത് ഉപയോഗിക്കാം. തയ്യാറായിരുന്നോ? 2 ദിവസത്തിനകം ഞാൻ വിളിക്കാം. സമയവും സ്ഥലവും ഒക്കെ ഞാൻ അപ്പ പറയാം. അതെ, ഒരു പ്രായമുള്ള ആള് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നോ? അതൊക്കെ നോക്കാം. ഇവിടെ ആർക്കാ നേരം? ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണോ? ഇപ്പൊ വേണ്ട. ഞാനിപ്പോ കണ്ട അച്ഛൻ എവിടെ? അച്ഛനെ തന്നെയാണ് ഞാൻ കണ്ടെന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല. അതും ഇത്രയും ദൂരമുള്ളൊരു മാർക്കറ്റില് ഞാൻ കണ്ടത് അച്ഛനെ തന്നെയല്ലേ? മീനാക്ഷിയുടെ കണ്ണിപ്പെടാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഭാഗ്യം. വീട്ടിൽ നിന്നിറങ്ങിയ വിനുവും മീനാക്ഷിയും ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആണോ താമസിക്കുന്നത്? എന്നെ അവൾ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി ഞങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവും. കണ്ടുപിടിക്കാതിരിക്കാനുള്ള ജാഗ്രത വേണം. എന്താ സാറേ പരാതിയിൽ എഴുതിയിരിക്കുന്നത്? ഭർത്താവിന്റെ അച്ഛനായ കരുണാകരക്കുറുപ്പ് നിരന്തരമായി സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ചീത്ത പറയുകയും ചിലപ്പോഴൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ടെന്നും കോടീശ്വരനായി ജീവിക്കേണ്ട തന്റെ ഭർത്താവിനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കി ഇപ്പോൾ തട്ടുകട നടത്തി നിത്യവൃത്തി നടത്തേണ്ട ഗതികേടിലാണെന്നും തനിക്ക് നീതി കിട്ടണമെന്നുമാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എടോ, 5 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള സമ്പത്തുണ്ട് എനിക്ക്. പോരാത്തതിന് 10-15 കൊല്ലം MLA ആയിരുന്ന ആളായി ഞാൻ. ഇന്നുവരെ 1 രൂപയുടെ അഴിമതി ഞാനായിട്ടൊട്ട് നടത്തിയിട്ടുമില്ല. അങ്ങനെയുള്ള എനിക്ക് ഈ എച്ചിൽ കാശ് സ്ത്രീധനം ചോദിച്ച് ബഹളമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. സാറേ, കാര്യമൊക്കെ ശരി തന്നെ. പക്ഷേ ഈ കേസ് FIR ഇട്ട് കോടതിയിൽ ചെന്നാൽ സാറ് കൊടുക്കും. സാറിനെ ഞാൻ നിയമങ്ങളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. മുള്ളുകൊണ്ടെടുക്കാനുള്ളതിനെ മുള്ളുകൊണ്ടെടുത്തില്ലെങ്കിൽ അവസാനം തൂമ്പ വെച്ച് എടുക്കേണ്ടി വരും. ഇത് കുടുംബക്കാർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളല്ലേ? കോടതിയിലും കേസിനും ഒന്നും പോകാതെ അതങ്ങ് കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ സാറേ ബുദ്ധി? ഒന്നാമത് ഇലക്ഷൻ അടുത്തു വരിക. അഡ്രസ് ഉള്ളവനാ നാണക്കേട് കൂടുതൽ. ഏതായാലും സാർ ആലോചിച്ച് തീരുമാനിക്കേ. ഞാനിനി ഈ സ്റ്റേഷനിൽ 2 ദിവസം കൂടി ഉണ്ടാവും. ട്രാൻസ്ഫറാ നെയ്യാറ്റിൻകരയിലേക്ക്. തൽക്കാലം ഞാൻ ഈ പെറ്റീഷൻ മാറ്റിവെക്കാം. അതിനകത്ത് സാർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. കോൺസ്റ്റബിളിനെ പുറത്തു നിർത്തി ഞാൻ വന്നത് തൽക്കാലം മറ്റാരും ഇതറിയണ്ടെന്ന് കരുതിയ. താങ്ക്സ്.
ഒന്ന് സ്നേഹിച്ചു വരികയായിരുന്നു. അവൾ കൃത്യസമയത്ത് എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ കളിച്ച കളിയായത്. അതിന് കൂട്ട് എന്റെ രക്തത്തിൽ പിറന്ന എന്റെ മകനും. സുമേ, എടി അവൻ എന്റെ മോൻ തന്നെയാണോടി? ഇത് അവൻ ചെയ്തതാന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അവൾ അങ്ങനെ ചെയ്യില്ല. ചെയ്താൽ തന്നെ ജഗൻ അവൾക്ക് ഈ കാര്യത്തില് കൂട്ടുനിൽക്കുകയില്ല. ജഗൻ അവന്റെ അച്ഛൻ കഴിഞ്ഞിട്ടേ ഈ ലോകത്തിൽ വേറെ ആരും ഉള്ളൂ. അതൊക്കെ പണ്ട്. ഇപ്പൊ ജഗൻ ആകെ മാറി. അവനും കൂടിയാ നിനക്കെതിരെ തിരിഞ്ഞത്. ഏതായാലും ഞാൻ അവനൊന്ന് കാണണ്ടേ. അവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് അറിയണമല്ലോ. ഹലോ, നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുന്ന ഉഗ്രനൊരു ന്യൂസുണ്ട്. ഒരാഴ്ച എടുത്ത് ഉപയോഗിക്കാം. തയ്യാറായിരുന്നോ? 2 ദിവസത്തിനകം ഞാൻ വിളിക്കാം. സമയവും സ്ഥലവും ഒക്കെ ഞാൻ അപ്പൊ പറയാം. വിനുവേട്ടൻ വാ. ആ. മാർക്കറ്റിൽ പോയിട്ട് എന്താ എത്ര വൈകിയെന്നല്ലേ ചോദിച്ചത്? മാർക്കറ്റിലൊക്കെ മുടിഞ്ഞു തിരക്കാ വിനുവേട്ടാ. നമ്മളെ പോലെ നക്കാപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങുന്നവരെ കച്ചവടക്കാർക്ക് പരമ പുച്ഛാ. 4-5 കടകളിൽ കയറി കാല് പിടിച്ചിട്ടാ ദേ ഇത്രയും സാധനങ്ങൾ കിട്ടിയത്. അതും തീ പിടിച്ച വിലക്ക്. 100 രൂപ എണ്ണി കൊടുത്തിട്ടാ ദേ ഇത്രയും വെട്ടുമലക്കറികൾ കിട്ടിയത്. പിന്നെ വൈകാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ടായി. കാണാതെ പോയ അച്ഛനെ ഞാൻ മാർക്കറ്റിൽ വെച്ച് കണ്ടു. മാനത്തെ കൊട്ടാരം